നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥയാണ്. ഞാൻ എൻ്റെ ചാനലിൽ കൂടി ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കുന്നത് ഈ പ്രേത അനുഭവങ്ങളാണ്. കാരണം ഒട്ടുമിക്ക ആൾക്കാരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എന്ന് വെച്ചാൽ മറ്റൊന്നും കേൾക്കാതിരിക്കുന്നില്ല. ഞാൻ ജ്യോതിഷപരമായും വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതാനുഭവമാണ്. പ്രേതാനുഭവങ്ങൾ ഓരോന്നും ഓരോ അനുഭവങ്ങളാണ്, ഓരോ രസകരമായ അനുഭവമാണ്. ഇതിപ്പോൾ ഒരാളെ പ്രേതം പിടിക്കുന്നു, പക്ഷെ അത് എങ്ങനെ പിടിച്ചു, അതൊരു രസകരമായിട്ടൊരു കാര്യമാണ്. രസകരമായ രൂപത്തിൽ തന്നെ ഞാനത് അവതരിപ്പിക്കാം. ഒരു കാര്യം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇപ്പോഴും ഞാൻ ഈ പ്രേതം ഒഴിപ്പിക്കാൻ ഇന്ത്യ മൊത്തം യാത്ര ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ളൊരു സംഭവമാണ്. കുറച്ചൊന്നല്ല, ഒരുപാട് വർഷങ്ങളായി കേട്ടോ. അതാണ് അപ്പോൾ ഇത് സംഭവം ഞാൻ തുടക്കമേ അങ്ങ് പറയാം, സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. ഇത് ഒരാൾക്ക് ഒരു പ്രേതം പിടിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് വരുന്നത് ഇപ്പോഴത്തെ കാലത്താണ് ഈ കൂടുതൽ റോഡൊക്കെ വികസനങ്ങളായത്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഈ ഒറ്റയടിപ്പാതയും കുളത്തിൻ്റെ സൈഡിൽ കൂടെയും വയലിൻ്റെ വരമ്പിൽ കൂടെയൊക്കെയുള്ള യാത്രകളായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഇയാൾ വരുന്നത് രാത്രി വീട്ടിലേക്ക് വരുന്നൊരു ഒറ്റയടിപ്പാതയിൽ കൂടിയാണ്. ഒറ്റയടിപ്പാത എന്ന് വെച്ചാൽ 2 ഭാഗത്തും റബ്ബറോ എന്തൊക്കെയോ കുറച്ച് വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയിൽ കൂടിയാണ് വരുന്നത്. അയാൾ ഇങ്ങനെ ഈ വഴി കൂടെ വന്നപ്പോൾ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. വീണ്ടും കുറച്ചുകൂടി നടന്നപ്പോൾ വീണ്ടും ആരോ വിളിച്ചു. പരിചയമുള്ളൊരു സ്വരമാണ്. അദ്ദേഹം തിരിഞ്ഞു നോക്കി. ആ പരിസരത്തൊന്നും ആരെയും കാണാനില്ല. അദ്ദേഹം വീണ്ടും അപ്പോഴത്തേക്ക് ഒരുവിധം പേടിയായി. കുറച്ചുകൂടി നടന്നപ്പോൾ പുറകിൽ എന്തോ വന്ന് വീഴുന്ന ഒരു ശബ്ദവും ഇദ്ദേഹത്തിൻ്റെ പുറകുവശത്ത്, അതായത് ഈ മുതുകിൽ ആരോ ഇങ്ങനെ വന്ന് അടിക്കുന്നതായിട്ടും ഇദ്ദേഹത്തിന് തോന്നി. ഇദ്ദേഹം കമിഴ്ന്ന് വീഴുമ്പോലെ അത്രയ്ക്ക് അടി കിട്ടി. അങ്ങനെ ആഞ്ഞ് താഴേക്ക് പോയിട്ട് നേരെ ഓടി ഇദ്ദേഹം വീട്ടിൽ ചെന്ന് കയറി. വീട്ടുകാരോട്, അച്ഛനും സഹോദരങ്ങളൊക്കെ കൊണ്ട് എല്ലാവരോടും കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്ക് ചെന്ന് ഇയാൾ വെട്ടി വേർത്താണ് വീട്ടിൽ ചെന്ന് വീണു. കുറച്ചും കൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായ പനിയായി. അങ്ങനെ രാത്രി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി നേരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. പക്ഷേ 2 ദിവസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പനി വിട്ട് മാറുന്നില്ല. അത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി ഒരു ഭസ്മവും നൂലും ഒക്കെ ജപിച്ചൊക്കെ കൊണ്ടുവന്നു ഒക്കെ കൊടുത്തിട്ടും അങ്ങനെ പൂർണ്ണമായും ഇദ്ദേഹത്തിന് ഒരു ഭയം മാറുന്നില്ല. ഭയങ്കര പേടി. പുറത്തിറങ്ങാനൊന്നും ഇദ്ദേഹത്തിന് ഇറങ്ങുന്നുണ്ട്, പക്ഷേ വല്ലാത്തൊരു പേടിയായിട്ട് നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രേതം പിടിച്ചു, നൂല് കെട്ടി ഭസ്മമൊക്കെ ജപിച്ചപ്പം മാറിയെങ്കിലും അദ്ദേഹത്തിന് ആ പേടി ഒക്കെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. വേറെ ഈ പ്രേതം കാണിക്കുന്ന മറ്റ് ലക്ഷണങ്ങളൊന്നും അദ്ദേഹം കാണിക്കുന്നുമില്ല. അത് കണ്ട് പേടിച്ചതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇനിയാണ് എൻ്റെ ഒരു രസം വരുന്നത്. അതായത് ആ നാട്ടിൽ ഒരു നാടക നടനുണ്ട്. നാടക നടനെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഗ്രൂപ്പിലൊന്നും ഉള്ളതല്ല. ആ പരിസരത്തുള്ള ചില ക്ലബ്ബുകളിലും ഓണാഘോഷ പരിപാടിയിലൊക്കെ സ്വന്തമായിട്ട് നാടകം എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കും. പക്ഷെ നായക നടൻ വേറെ ആയിരിക്കും. അതിനകത്ത് അയാളുടെ എല്ലാ കഥയിലും ഒരു പ്രേമം ഉണ്ടാകുന്നു. അത് പ്രേമിക്കുന്നത് വേറെ നടന്മാരാണ്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകും പല വിധത്തിൽ. ഈ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തിന് ഒരു കഥാപാത്രം വരും. ഒരു എന്താണ് പറയുന്നത്, ഒരു രക്ഷകനായിട്ടൊരു കഥാപാത്രം വരും. അതാണ് ഇദ്ദേഹം ചെയ്യുന്ന കഥാപാത്രം. ഇയാളുടെ ഏത് നാടകം ഇയാൾ എഴുതി സംവിധാനം ചെയ്താലും അതിനകത്തൊക്കെ ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടാകും. അത് ഇദ്ദേഹം തന്നെ ആ റോൾ എടുക്കുകയും ചെയ്യും. നായകനെ വേറെ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള റോൾ. പക്ഷേ ഈ ആൾക്കാരുടെ മനസ്സിൽ ഒരു വീരപുരുഷൻ്റെ ഒരു പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ ആണ് അദ്ദേഹം ഈ ഒരു കഥാപാത്രം ഉണ്ടാക്കി അദ്ദേഹം തന്നെ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ നായകനും നായികയ്ക്കും എത്ര വലിയ പ്രതിസന്ധി, അതൊരു മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധി ഉണ്ടായാലും ആ സ്പോട്ടിൽ ആദ്യമായിട്ട് കഥാപാത്രം രംഗത്ത് വരുന്നത്. അപ്പം ഈ വന്നവർ തന്നെ പിന്നീട് കഥകൾ പറഞ്ഞത്, ഇദ്ദേഹം ഒരു തലയിൽ കെട്ടും,
അല്ലെങ്കിൽ സൂപ്പർമാൻ്റെ ഒരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, ഡ്രസ്സിങ് രീതി, അതുപോലല്ല അങ്ങനെയൊക്കെയുള്ള ചില രീതിയിലാണ് ഇദ്ദേഹം വന്നിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതും പിന്നെ ചടുലമായ സംഭാഷണങ്ങളും കാര്യങ്ങളും എന്താണ് ചങ്ക് പൊട്ടിപ്പോണ വിധത്തിലുള്ള മ്യൂസിക്കും കാര്യങ്ങളും ഒരു വല്ലാത്തൊരു ഹൈപ്പ് ഉണ്ടാക്കിയാണ് ഇദ്ദേഹം വരുന്നത്. അതായത് ജീവിതത്തിലും ഇദ്ദേഹം ഇങ്ങനെയാണ്, എവിടെയും ഏത് പ്രശ്നത്തിലും ആവശ്യമില്ലാതെ കയറി ഇടപെടും. ഒരുപാട് അദ്ദേഹത്തിന് പ്രതിസന്ധി നേരിട്ടുണ്ട്. അടി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് നാണക്കേടൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ഇത് വിടില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു രക്തത്തിൽ അലിഞ്ഞു പോയിട്ടുള്ളൊരു വികാരമാണ്. അപ്പം അതാണ് അദ്ദേഹം ഈ നാടകത്തിൽ കൂടി അവതരിപ്പിക്കുക. അപ്പോൾ എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇദ്ദേഹം ഇടപെടും. അതുപോലെ തന്നെ നാടകങ്ങൾ, ഇപ്പോൾ ഒരു ഓണാഘോഷത്തിന് അല്ലെങ്കിൽ മറ്റൊരു വാർഷികത്തിന് അങ്ങനെയൊക്കെയുള്ള പണ്ടങ്ങനെയാണ് ക്ലബ്ബുകളിലൊക്കെ നാടകം എടുത്താൽ അപ്പോൾ ഇദ്ദേഹം നേരെ അവിടെ ചെല്ലുന്നു. കാശ് മൊത്തവും ഇദ്ദേഹം തന്നെ മുടക്കും. എന്ത് ചിലവുണ്ടെങ്കിലും ഇദ്ദേഹം നടികളെ, അന്ന് നടിയെയൊക്കെ കൊണ്ടുവരുന്നത് കാശ് കൊടുത്തിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ ഇദ്ദേഹം തന്നെ ചെയ്തോളും. അതിന് സാമ്പത്തികമുള്ള കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകണ്ട, കുടുംബത്തെക്കാരുണ്ടാക്കി വെച്ചിരിക്കുന്നത് തിന്ന് തീർത്താൽ മതി. അങ്ങനൊരു അവസ്ഥയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഒരു നാട്ടിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. കാര്യം വെച്ചാൽ ഈ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാവരെയും സഹായിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഈ സംഭവം നടന്ന ഈ വീട്ടിൻ്റെ മുറ്റത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മ, സഹോദരങ്ങൾ, അടുത്തുള്ള കുറേ സ്ത്രീകൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട്, അപ്പോൾ ഈ ഇദ്ദേഹം പേടിച്ച് പനി പിടിച്ചവനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ നാടക നടൻ്റെ വരവ്, നാടക നടൻ അവിടെ വന്നിട്ട് ചോദിക്കുന്നു, ചേച്ചി എന്ത് പറ്റിയവൻ എന്നപ്പോൾ ഇദ്ദേഹം കാര്യം അറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് അവിടെ വേണം, വന്നിട്ട് ഇദ്ദേഹം രക്ഷിച്ചെടുക്കണം എന്നുള്ളൊരു തീരുമാനം. അത് സ്വഭാവമാണ്. ആൾ പാവമാണ്, എല്ലാവരും പറഞ്ഞത് പാവമാണ്, ആരും ഉപദ്രവിക്കല്ല. ഈ ഒരു അവകാശം മാത്രം അദ്ദേഹത്തിന് വേണം എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർ കാര്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോയി, പേടിച്ചിരിക്കണം, പുറത്തിറങ്ങുന്നില്ല, ഇനിയിപ്പം എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു മന്ത്രവാദിയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മന്ത്രവാദിയും വേണ്ട, പോറ്റിയും വേണ്ട, ആരും വേണ്ട, ഇത് ഞാൻ മാറ്റിത്തരാം. അപ്പം സ്ത്രീകളല്ല, അവർ വിചാരിച്ച് എന്തെങ്കിലും ഈ പൂജാതി കർമ്മങ്ങൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം കുറേ അവിടെ സ്ത്രീകളായിരുന്നു ഇരുന്നത് കൊണ്ട് ഇദ്ദേഹം ഒരുപാട് സമയം അവിടെ നിന്ന് ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ സ്ത്രീകൾക്കൊരു വിശ്വാസമുണ്ട്. കാര്യം വെച്ചാൽ ഇദ്ദേഹത്തിനെ നേരിട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ ഏറെ ഈ നാടക കഥാപാത്രങ്ങളായിട്ട് എല്ലാവരും മനസ്സിൽ കാണുന്നുണ്ട്. കാര്യം വെച്ചാൽ ഇദ്ദേഹം ഒരു നാടകം അവതരിപ്പിച്ചാൽ എല്ലാ വീട്ടിലും പോയി എല്ലാവരും നിർബന്ധപൂർവ്വമൊക്കെ വിളിച്ച് നാടകം കാണിക്കാൻ എത്തിക്കുക. അങ്ങനെ ആ ഒരു ദേശത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. അവൻ പറഞ്ഞു, അപ്പം അവർക്കൊന്നും ഒരു എതിർപ്പില്ല. പിന്നെ അവിടെ അങ്ങോട്ട് കയറിയിരുന്നു, വരാന്തയിലേക്ക് കയറിയിരുന്നിട്ട് അവനെ വിളിച്ചു. അവൻ പറഞ്ഞ്, വയ്യേട്ടാ എനിക്ക് ഒട്ടും വയ്യാതിരിക്കുക, കുഴപ്പമില്ല നീ ഇറങ്ങി വാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഇരുത്തി കൊണ്ടുവന്ന് കുറേ നേരമൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇത് ഞാൻ വിചാരിച്ച പോലെ തന്നെ നമുക്ക് നിസ്സാരമായിട്ട് ഇതിനെ മാറ്റാം. അപ്പം ഇദ്ദേഹത്തിൻ്റെ തീരുമാനം പറയുകയാണ്, ഇത് ഞാൻ മാറ്റിത്തരാം, ഇതിനകത്ത് വേറൊന്നുമില്ല, എവിടെ വെച്ചാണ് നിനക്ക് സംഭവിച്ചത് ആ ഭാഗത്തേക്ക് നമുക്ക് പോകണം, അതും രാത്രി സമയം തന്നെ പോകണം, ഞാനുണ്ടാകും, നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ടാകും, അവിടെ എന്താണ് അവിടെ ഉള്ളത് നിന്നെ പേടിപ്പിച്ചത് അല്ലെങ്കിൽ നിൻ്റെ കുറുക്കിൽ വന്ന് അടിച്ചത് അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് അതൊന്നുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നീ പേടിക്കില്ലല്ലോ. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു വിശ്വാസം. അപ്പം എവനും പറഞ്ഞു, അല്ല ചേട്ടാ ഞാനത് വ്യക്തമായിട്ട് കണ്ടതാണ്, എനിക്ക് അടി കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അങ്ങനെയല്ല, അത് തോന്നലാണ്, നമുക്കങ്ങനെ സംഭവിക്കാം, അങ്ങനെ കണ്ടാൽ പോലും അത് തോന്നലാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഞാനല്ലേ നിൻ്റെ കൂടെ വരുന്നത്, എൻ്റെ കൂടെ നമുക്ക് ആൾക്കാരെ കൂട്ടാം എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒറ്റയ്ക്ക് പോകണ്ട, നമുക്കെല്ലാവരും കൂടെ പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സ്ത്രീകൾക്കും ഒക്കെ ഒരു വിശ്വാസം, ഒരു കാര്യം. അപ്പം നമുക്ക് തോന്നുമ്പോൾ അങ്ങനെ ശരിക്കുള്ള ഒരു വഴി തന്നെയാണല്ലോ ഈ പ്രേതമെന്ന് പറഞ്ഞാൽ. അങ്ങനെയൊന്നും ഇല്ല, അല്ലെങ്കിൽ നീ കണ്ടു, ഞങ്ങളാരും കണ്ടില്ലല്ലോ, ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ധൈര്യം ഉണ്ടാകും. അങ്ങനെ ചിന്തിച്ചിട്ട് ഞാനും കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് നല്ലൊരു വഴിയായിരുന്നു. പക്ഷേ ട്വിസ്റ്റ് അവിടെ അല്ല. നേരെ ഇതൊക്കെ തീരുമാനിച്ചു, അന്ന് രാത്രി നമുക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നു. ഇദ്ദേഹം പോകുന്നു, എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇദ്ദേഹം ഇറങ്ങുന്നു. നാടകം നടൻ. അപ്പോൾ ഇദ്ദേഹം അവിടെ
കഥാപാത്രമായിട്ട്, നല്ലൊരു വില്ലൻ കഥാപാത്രമായിട്ട് പറയും. അപ്പം പോയിക്കുമ്പോൾ സ്ത്രീകളും ഈ പനി പിടിച്ച് കിടന്നവൻ്റെ അടുത്ത് പറഞ്ഞു, അത് ശരിയാണ്, അവൻ പറഞ്ഞ് ശരിയാണ്, നീ പോയിട്ട് അപ്പോൾ നിനക്ക് നിൻ്റെ മനസ്സിൻ്റെ പേടിയങ്ങ് മാറുമല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒരു വിശ്വാസമായി. പക്ഷേ ഈ പയ്യനുണ്ടല്ലോ, ഈ പനി പിടിച്ച പയ്യൻ, അവൻ പറഞ്ഞു, അമ്മ ഞാൻ കണ്ടതാണമ്മ, ഞാൻ കണ്ടതാണ്, എനിക്ക് അടി കിട്ടിയതാണ്, ഇനി അവിടെ കയറി പോണോ? അടാ കുഴപ്പമില്ലടാ, അത് എല്ലാവരും കൂടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ച് ഇവനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വെച്ചു. അല്ല, ഇവനെ കൊണ്ടങ്ങ് അവൻ്റെ സമ്മതമൊന്നും നോക്കിയില്ല, തീരുമാനിച്ചു. ഇദ്ദേഹം ഒരു 10:30-11 മണിക്കൊക്കെയാണ്, എനിക്കിന്ന് ഓർമ്മയുണ്ട്, 10:50 എന്തോ ലാസ്റ്റ് ബസ്സിൽ വന്ന് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ നടന്നു വരുന്ന സമയമാണ്. ആ സമയത്തിനാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം ആദ്യം ഉണ്ടായത്. ആ സമയം കണക്കാക്കി ഇവരെല്ലാവരും കൂടി അവിടെ പോവുകയാണ്. അപ്പോൾ ഈ നാടക നടൻ ഇത്തിരി തണ്ടും തടിയൊക്കെ നല്ല ഉയരമൊക്കെ ഉള്ളൊരു കക്ഷിയാണ്. നേരെ അവിടെ ചെന്നിട്ട് ഇവരെല്ലാവരും കൂടെ പോയി കുറച്ച് സമയമൊക്കെ അവിടെ ചെന്ന് നിന്നു. അപ്പോൾ ഇവർ ഒരു 5-6 പേരുണ്ട് പോയി. ഈ പനി പിടിച്ചവനുമുണ്ട്, അവനെയും പൊക്കിക്കൊണ്ട് പോയി. അവിടെ ചെന്നു എല്ലാവരും കൂടെയൊക്കെ നിന്ന് ആ ഭാഗത്ത് നാടക നടൻ തന്നെ പ്രധാനമായിട്ട് നിന്ന് ചോദിക്കുന്നു, എവിടെയാണ് നീ കണ്ട ആളവിടെ? ഇവിടുന്ന് ശബ്ദം കേട്ടു, എങ്ങോട്ട് നടന്നപ്പോൾ? അങ്ങനെ ഇയാൾ ഈ റിഹേഴ്സൽ എടുക്കുന്ന വിധത്തിലൊക്കെ ഇവനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്തിച്ചു. ചുറ്റിനും ഇവരൊരു 7 പേര് നിൽപ്പുണ്ട്. എല്ലാവരൊക്കെ നിന്നൊക്കെ നോക്കി, ഒന്നുമില്ല. ഒരുപാട് സമയം അവരവിടെ ചിലവഴിച്ചു. അപ്പം ഈ ചെന്ന് ആദ്യമേ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും ഈ നാടക നടൻ പറയുന്നത് എല്ലാം കൃത്യമായി കാര്യങ്ങൾ അങ്ങോട്ട് തെളിയുന്നു, ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒന്നും കാണാനുമില്ല, ഒരു ശബ്ദങ്ങളൊന്നുമില്ല, കാറ്റടിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു ചെറിയ രാത്രി ഉണ്ടാകുന്ന ചില ചീവീടിൻ്റെ വിളിയും കാര്യങ്ങളും അല്ല, മറ്റൊന്നുമില്ല. അപ്പോൾ ഇത് ഇത്ര ആയപ്പോഴത്തേക്ക് ഇവനും ഒന്ന് ഹീറോ ആയി. എന്നിട്ട് കുറച്ച് പേരൊക്കെ അവിടെയൊക്കെ നിന്നു. ഇവൻ ഒറ്റയ്ക്ക് തന്നെ, ഈ നാടക നടൻ ഒറ്റയ്ക്ക് തന്നെ ആ മരത്തിൻ്റെ ഇടയ്ക്കോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്കൊരു ധൈര്യം കിട്ടിക്കാണുമല്ലോ, ഈ മരത്തിൻ്റെ ഇടയ്ക്കോട്ട് പോയി, പുറകിലോട്ട് പോയി. ഇവർ നോക്കി നിൽക്കവേ എന്നെ ഇരുട്ടത്തോട്ട് മറഞ്ഞു. ഇങ്ങനെയൊക്കെ നിന്നൊക്കെ കറങ്ങി നോക്കിയിട്ടൊക്കെ വന്നിട്ട് പ്രശ്നമൊന്നുമില്ല, ശരി നമുക്കിനി തിരിച്ചു പോകാം. അപ്പോൾ എന്നോട് കുറേ ഉപദേശിച്ച് കൊടുത്ത് ഇപ്പം മനസ്സിലായല്ലോ, ഒന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇവർ തിരിച്ച് നടന്നിട്ട് ഇവർ ഈ വരുന്നതിനിടയ്ക്ക് വെച്ച് തന്നെ, അപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്നും വീണ്ടും ഒരു 1/2 കിലോമീറ്ററോളം ദൂരം വരും എൻ്റെ വീട്ടിലേക്ക്, ഒരു 500 മീറ്ററോളം. വീണ്ടും ഇങ്ങനെ വരുമ്പോൾ ഒരു പന, ഒന്നല്ല കേട്ടോ, ഒരു 3-4 പനയുണ്ടെന്ന് പറഞ്ഞു. ആ പനയുടെ ഈ 2 പനയുടെ ഇടയിൽ കൂടിയാണ് വഴി. നടന്നു പോകുന്ന വലിയ പറമ്പാണ്, അതിൻ്റെ നടുക്കൂടുള്ളൊരു വഴി. ഈ വഴി പോകുന്ന 2 പനയുടെ ഇടയിൽ കൂടിയാണ് പോകുന്നത്. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ട്, പനകൾ കയറുന്നിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്നു പോയി. അപ്പോൾ എല്ലാവരും മുന്നിൽ വിട്ടിട്ട് ഈ നാടക നടനാണ് ഏറ്റവും പുറകിൽ പോകുന്നത്. കാര്യം ഒരു ചുക്കുമില്ല അവിടെ, ഉറപ്പിച്ചു കഴിഞ്ഞു, പരീക്ഷിച്ച് അത് വിജയിച്ചു. ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈ പന കടന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം. ഏറ്റവും പുറകിൽ നാടക നടനാണല്ലോ പോണല്ലോ, ഈ പന ആരോ പിടിച്ച് കുലുക്കുന്നതായിട്ട് ഇദ്ദേഹത്തിന് തോന്നി. ഉടനെ ഇദ്ദേഹം ഒന്ന് നിന്നപ്പോൾ ശക്തമായിട്ട് ഈ പന പിടിച്ച് കുലുക്കിയിട്ട് പനങ്കായ, അതായത് അത് തന്നെയാണ് നൊങ്ക് എന്നൊക്കെ പറയും, ഇതൊരു 2-3 തറയിൽ വീണു. ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ നിന്നിട്ട് ഈ പനയെ പിടിച്ചിങ്ങനെ കുലുക്കുകയാണ്. തിരിഞ്ഞു നോക്കിയതും അതായത് ഇയാൾ പന നിൽക്കുകയാണല്ലോ, പനയെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദൂരം, ഒരു 10-20-30 അടിക്ക് അപ്പുറമാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ ഇതൊന്നും അറിയുന്നില്ല, അവർ സാവകാശം മുന്നോട്ട് കാര്യങ്ങൾ പറഞ്ഞ് നടക്കണം. അപ്പോൾ പുറകിൽ ഇദ്ദേഹം ഉണ്ടെന്നുള്ള ധാരണയുടെ പുറത്ത് അവർ നടക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു 10-20 അടി അങ്ങോട്ട് 20-25 അടി ചെന്നപ്പോഴത്തേക്കാണ് ഈ പനയുടെ 2ാമത്തെ കുലുക്കം. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ നിന്നിങ്ങനെ പന കുലുക്കുന്നതായിട്ടും അവിടെ നിന്നുകൊണ്ട് ഇയാൾ ഒറ്റയാടി. അപ്പോൾ 20-30 അടിക്ക് അകലമുണ്ട്. പക്ഷേ ഈ ഒരു മനുഷ്യൻ അവിടെ നിന്ന് അടിച്ചപ്പോൾ അതിൻ്റെ ഈ കുറുക്കിൽ പുറകു ഭാഗത്ത് കൊണ്ട് യവൻ നേരെ കമിഴ്ന്ന് വീണു, തെറിച്ച് കമിഴ്ന്ന് വീണു. ഈ വീഴ്ച കേട്ടിട്ട് അവർ കുറച്ച് ദൂരം എത്തി. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ
ഇവനിങ്ങനെ കമിഴ്ന്ന് മണ്ണി കിടക്കുകയാണ്. അവിടെ നിന്നും ഇയാൾ അങ്ങോട്ട് ചാടി എണീറ്റിട്ട് ഓടിക്കോടാ പ്രേതം ഉണ്ടേ എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് ഓടിയെന്ന് വെച്ചാൽ അവിടെ ഈ അന്തം വിട്ട് തിരിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് അവരറിഞ്ഞില്ല. തിരിഞ്ഞ് നോക്കി നിന്നവരെയും തള്ളിയിട്ടിട്ടുണ്ട്. ഇയാൾ നേരെ മുന്നിലേ ഓടിയപ്പോൾ എന്തെന്നറിയാതെ ഈ നിന്നവരെല്ലാം പുറകെ ഓടി. ഈ പേടിച്ചവനാണെങ്കിൽ ഇനി അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാത്ത വിധത്തിൽ അവൻ പൂങ്കുല പോലെ വിറച്ചുകൊണ്ടാണ് ഓടിയത്. എല്ലാവരും ഓടി. ഇതിൻ്റെ രസമെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരെ വീടുകളിലേക്ക് ഓടി. ആരും പരസ്പരം ഒരിടത്ത് ഒന്നിച്ചു കൂടുകയോ കാര്യങ്ങൾ പറയുകയോ ചെയ്തില്ല. ഈ പോയ വഴിക്ക് ആദ്യം ആരെ വീടാണോ അവരെല്ലാവരും അവരുടെ വീടുകളിലേക്ക്. പക്ഷേ ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാനാണ് ഓടുന്നെങ്കിൽ എൻ്റെ ലക്ഷ്യം എൻ്റെ വീട്. അതുപോലെ ഈ പോയ 7 പേർക്കും അവരുടെ വീടായിരുന്നു അവരുടെ ലക്ഷ്യം. എല്ലാവരും ഓടിക്കേറി. പിന്നീടാണ് എല്ലാവരും കൂടി അടുത്ത ദിവസം രാവിലെ ഒന്നിച്ചു കൂടി. നേരം വെളുത്തപ്പോഴത്തേക്കാണ് ഇവർക്കെല്ലാം ഏകദേശം ഒരു ബോധം വരുന്നത്. എല്ലാ വീട്ടുകാരും കൂടെ ഒന്നിച്ചു കൂടി ഈ നാടക നടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവനാകെ പേടിച്ച് വിറച്ച് പനി പിടിച്ച് വീട്ടിൽ കിടക്കാൻ വീട്ടുകാരെല്ലാവരും ഉണ്ട്. അങ്ങനെ അവൻ്റെ അച്ഛനും അമ്മയും മറ്റുള്ളവരെല്ലാവരും പറഞ്ഞു രാത്രി ഇങ്ങനെ തലപൊളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കതകിനൊക്കെ അടിച്ചു. ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഓടി വന്ന് വീട്ടിനകത്ത് കയറി പുതച്ചും കൂടി കിടക്കുകയാണ്. എന്താണെന്നൊന്നും അറിഞ്ഞില്ല. അവർ എപ്പോഴും വന്ന് നോക്കുന്നുണ്ട്. ഇവൻ അതേ കണക്ക് ഇങ്ങനെ പേടിച്ച് കമിഴ്ന്ന് കിടക്കുകയാണ്. ഈ അവസ്ഥയായിരുന്നു മറ്റുള്ളവർക്കൊക്കെ. പക്ഷേ അവർക്ക് ഇത്രയും അതങ്ങോട്ട് യവൻ്റെ ഓട്ടം കണ്ട് പേടിച്ചാണ് അവരെല്ലാവരും നാല് വഴിക്ക് ഓടി. പക്ഷേ യവൻ എന്തോ കണ്ടിട്ടാണ് ഓടിയെന്ന് മനസ്സിലായി. ഇതൊക്കെ പിന്നീടാണ് ഈ ദോഷങ്ങളൊക്കെ മാറിയതിന് ശേഷം പറഞ്ഞപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാകുന്നത്. പിന്നെ എല്ലാവരും കൂടി വന്നു. അടുത്ത് ഉള്ള ക്ഷേത്രത്തിലെ പോറ്റി നടയടച്ച് പോയപ്പോഴത്തേക്ക് പോറ്റി വിളിച്ചുകൊണ്ട് വന്നു. പോറ്റി വന്ന് ഭസ്മമൊക്കെ ഇട്ടു. തൊട്ടടുത്തൊരു നല്ല ക്ഷേത്രമുണ്ട്. അവിടുത്തെ പോറ്റിയാണ് ആ ദേശത്തിൻ്റെ ഒരു ക്ഷേത്രമായിരുന്നു. വന്ന് ഭസ്മമൊക്കെ ഇട്ട് കൊടുത്തു. ഭസ്മമൊക്കെ ഇട്ട് നിന്നപ്പോൾ അവനെ എല്ലാവരും കൂടെ പിടിച്ചിരുത്തിയിട്ടാണ് ഭസ്മം ഇട്ട് കൊടുത്തത്. ഭസ്മം ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഒന്ന് നോർമലായിട്ട് ഇവൻ വെള്ളം ചോദിച്ചു. വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ച് തീർന്നിട്ട് പോറ്റിയുടെ മുഖത്ത് നോക്കി. മുഖത്ത് കൊണ്ട് ചോദിക്കണം, നിനക്ക് എൻ്റെ ഭാര്യയായിട്ട് എന്താണ് ബന്ധം? നീയല്ലേ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയത്? പോറ്റി അന്തം വിട്ടുപോയി. കാരണം എന്ന് വെച്ചാൽ ഇവൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ നാടക നടൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവന് ഭാര്യയും ഇല്ല. പിന്നീട് ഇവൻ പറയുന്നത് അപ്പോഴത്തേക്ക് ഇവൻ പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത്? അതായത് ഈ നാടക നടൻ പറയുന്നു നാടക നടൻ്റെ ഭാര്യയെ ഈ പോറ്റി പ്രേമിച്ച് തട്ടിക്കൊണ്ട് പോയി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഇവൻ്റെ റല്ലേ പോയി. ഇവൻ കല്യാണം കഴിച്ചിട്ടില്ലാത്തവനാണ്. അപ്പം പോറ്റി പറഞ്ഞ് ഇത് നമ്മൾ പ്രതീക്ഷിച്ച കണക്കൊന്നുമില്ല, ഇത് എന്തോ വിഷയമാണ്. ഒന്നുകിൽ ഇവന് മാനസിക പ്രശ്നമാണ്, ഈ പേടിച്ചിട്ട് ഇവന് എന്തോ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങളോട് കാണിക്കണം, ഇത് ഞങ്ങളുടെ കയ്യിലോ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. പിന്നീട് ഇവനുള്ള ഒരൊറ്റ കുഴപ്പമെന്ന് വെച്ചാൽ ആരെ കണ്ടാലും, ഇവൻ്റെ അച്ഛനെ കണ്ടാലും ചോദിക്കും, നീയല്ലേ എൻ്റെ ഭാര്യയെ പ്രേമിച്ച് തട്ടിക്കൊണ്ട് പോയത്? എന്നിട്ട് അടിക്കും. പോറ്റിക്ക് അടി കിട്ടിയില്ല. പക്ഷെ അതിന് ശേഷം ഇവൻ എവിടെ ആരെ കണ്ടാലും, ഇപ്പോൾ ഇവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്മാർ വീട്ടിൽ കയറി വന്നാൽ പോലും അവരുടെ അടുത്ത് ചോദിക്കും, നീയല്ലേ എൻ്റെ ഭാര്യയെ പ്രേമിച്ച് തട്ടിക്കൊണ്ട് പോയത്? പറഞ്ഞിരുന്നപ്പോൾ പടക്ക അടിയും കൊടുക്കും. ഇതൊരു വലിയ വിഷയമായി മാറി അവിടെ. അതായത് പക്ഷേ ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ മറ്റുള്ള കൂട്ടത്തിൽ പോയ ആർക്കും പനിയോ അതുവഴിയുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാര്യം അവരതൊക്കെ അങ്ങ് മറന്നു. ഇവൻ്റെ ഈ അവസ്ഥ കണ്ടപ്പം അവരെല്ലാവരും അങ്ങ് മറന്നു. അതിൽ അവർക്ക് ഇതെന്താണെന്ന് പോലും മനസ്സിലായില്ല. അതാണ് ഏറ്റവും വലിയൊരു സംഭവം അവിടെ ഉണ്ടായത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഒന്ന് ചികിത്സിച്ചിട്ട് ഇതിനകത്തൊരു മാറ്റവും കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് രോഗാവസ്ഥയൊന്നും കാണുന്നില്ല, എന്തോ കണ്ട് പേടിച്ച വഴിയിൽ വന്നതാണ്. പേടിച്ചിട്ട് നമുക്കെന്തെങ്കിലും അസുഖമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ കേസ് കറങ്ങി തിരിഞ്ഞ് അവസാനം ഇത് പരിഹരിക്കാൻ ഞാൻ അവിടെ എത്തുകയാണ്. ഞാനവിടെ എത്തി കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പനയുടെ മൂട്ടിച്ച് അവൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. അത് ഈ കൂട്ടത്തിൽ പോയ ആൾക്കാർ പറഞ്ഞത് ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. ഈ കുറേ അങ്ങോട്ട് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കൊണ്ട് ഇവൻ്റെ വിളി കേൾക്കാം. കുറച്ച് നേരം ശബ്ദമൊന്നുമില്ലായിരുന്നു. ഇവൻ്റെ വിളി കേൾക്കാം. ഓടിക്കോടാ പ്രേതം വരുന്നതെന്നും പറഞ്ഞു എന്തോ വിളിച്ചിട്ടാണ് ഇവ ഓടിയത്. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളെ തട്ടിയിട്ടിട്ട് ഇവൻ മുന്നേ എക്സ്പ്രസ് പോലെ പാഞ്ഞു പോകുന്നു. ഇത്രയും ഞങ്ങൾക്ക് അറിയാവുള്ളൂ. പിറ്റേന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ട സംഭവങ്ങളൊക്കെ. അങ്ങനെ പൂജയുടെ കാര്യങ്ങളൊക്കെ പിന്നെ പെട്ടെന്നങ്ങ് പറഞ്ഞു തീർക്കാം, വേറൊന്നുമില്ല. പൂജയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കി പൂജാക്കളത്തിൽ കൊണ്ടിരുത്തി
ഈ ശരീരത്തിലെ ഈ സാധനത്തിന്. അപ്പം ഒരു പ്രേതമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചു. അപ്പം ഇത് പ്രേതമാണോ അല്ലെങ്കിൽ മാനസിക പ്രശ്നമെന്ന് അറിയാനാണ് ഇവർ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ഡോക്ടർ പോലും പറഞ്ഞു ഇതില്ല, അങ്ങനെ മാനസിക പ്രശ്നമായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ പ്രേതം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ രാശിയൊക്കെ നോക്കിയപ്പം പ്രേതം കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ശരീരത്തെ വരുത്തിയേ നമുക്ക് മാറ്റാൻ പറ്റൂ. അങ്ങനെ പൂജാതി കർമ്മങ്ങൾ കൂടി ഇതിനെ ഈ ശരീരത്ത് വരുത്തി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് ഈ പ്രദേശത്തൊന്നും വെച്ച് മരിച്ചുപോയ ഒരു ആളിൻ്റെ ആത്മാവൊന്നുമല്ല. ഇതേതോ ദൂരദേശത്തുള്ളതാണ്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരെയുള്ളതാണ്. അയാളുടെ ഭാര്യ, അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാളുടെ ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ്. അപ്പോൾ ഈ ഭാര്യ ഇങ്ങേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഭാര്യ എപ്പോഴും ഇയാളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇയാൾ വീട്ടിൽ വരുമ്പോൾ ഇയാളുടെ ബെഡ്റൂമിൽ മറ്റാരും ഉണ്ടായിരുന്നു. അങ്ങനെ അയാളെ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഇയാൾ ഇറങ്ങി ഓടി. കൂടെ ഈ ഭാര്യയുടെ ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ ഭാര്യയോടൊപ്പം ഉണ്ടായിരുന്ന ആൾ ഇയാളെയും പിടിച്ച് തള്ളിയിട്ടിട്ട് ഓടി. അപ്പം ആളിനെ വ്യക്തമായിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഇത് വലിയ പ്രശ്നമായി. നാട്ടുകാരറിഞ്ഞു, ബന്ധുക്കളെല്ലാവരും കൂടിയപ്പോഴത്തേക്ക് ഇത് ആരാണെന്ന് ഇദ്ദേഹം അറിഞ്ഞില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞത്, ഇയാൾ എൻ്റെ ഭർത്താവായിട്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ. എൻ്റെ യഥാർത്ഥ ഭർത്താവും എൻ്റെ കുട്ടിയുടെ അച്ഛനും ആ പോയ ആളാണ്. ഞാൻ അയാളോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇയാളെ എനിക്ക് വേണ്ട. പക്ഷേ ഈ പറഞ്ഞ വാക്ക് ഇത് ഇയാളെ മാനസികമായിട്ട് ഒരുപാട് ഇയാളെ വിഷമിപ്പിച്ചോളാം. തകർന്നു പോയി. ഇങ്ങനെ പോയി ആത്മഹത്യ ചെയ്തു. കാര്യം അയാൾ പൊന്നെപ്പോലെ സ്നേഹിച്ച് വളർത്തിയ സ്വന്തം കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞല്ല എന്നറിഞ്ഞപ്പോൾ, അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് സംരക്ഷിച്ച ഭാര്യ അദ്ദേഹത്തിനെ വഞ്ചിച്ചു എന്നറിഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷൻ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് തോന്നിയില്ല. ആ മണ്ടൻ പോയി ആത്മഹത്യ ചെയ്തു. അപ്പം ഞാൻ മണ്ടനെന്ന് പറയാൻ കാര്യം, അവൾക്ക് അവനെ വേണ്ട, വേറെ പോകണമെങ്കിൽ പോട്ടെ. അവനെ സ്നേഹിക്കുന്നതോ ഇല്ലെങ്കിൽ ആരും സ്നേഹിക്കാനില്ലെങ്കിലും അവന് ഈ ഭൂമിയിൽ ജീവിച്ചൂടെ? അവനെന്തിന് ആത്മഹത്യ ചെയ്യാൻ പോയി? അതാണ് മണ്ടത്തരം. അവിടെയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളെ വേണ്ടെങ്കിൽ, എന്നെ ഇന്ന് വേണ്ടെങ്കിൽ പുല്ല് എനിക്ക് ഇന്നലെ വേണ്ട. ഈ ഒരു മനോഭാവം. ദൈവമാണ് നമുക്ക് ഈ ജീവൻ തന്നിരിക്കുന്നത്. ഈ ജീവൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ തിരിച്ചെടുക്കട്ടെ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കൃമിക്ക് വേണ്ടി പോലും നമ്മൾ ആത്മഹത്യ ചെയ്യരുത്. നമ്മുടെ ജീവനെ കളയരുത്. ഈ മരമണ്ടൻ വിഡ്ഢി കൂഷ്മാണ്ഡം ചെയ്തത് അവൻ പോയി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. ആ കുഞ്ഞ് അവൻ്റെതല്ല. ഭാര്യ അവനെക്കാളൊന്നുമല്ല, ഭാര്യ ഭർത്താവായി കാണുന്ന മറ്റൊരാളെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ പോയി ആത്മഹത്യ ചെയ്തു. ആ പ്രേതം, ആ ആത്മാവാണ് അലഞ്ഞു തിരിഞ്ഞ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. അത് ഇവൻ്റെ ശരീരത്തിൽ കയറി. പക്ഷേ പൂർണ്ണമായും അതിനെ ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് പ്രതിസന്ധി നമുക്കുണ്ടായിരുന്നത്. കാരണം അവൻ്റെ ഈ ആത്മാവ് വന്നിരുന്ന് അവനോട് ചോദിക്കുമ്പോൾ മറ്റ് വിവരങ്ങളൊന്നും ഈ ആത്മാവിന് അറിയില്ല. ആകെപ്പെടെ അറിയാമെന്നുള്ളത്, എൻ്റെ ഭാര്യ എന്നെ പറ്റിച്ചു, എന്നെ അല്ല അവൾ സ്നേഹിച്ചത്, എൻ്റെ കുട്ടിയുടെ പിതാവ് ഞാനല്ല, അതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്തു. ഇത്ര മാത്രമേ അതിനെ അറിയാൻ സാധിക്കുന്നുള്ളൂ. ഈ പ്രദേശത്തൊന്നും ഉള്ളതല്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ദേശം പോലും അതിനറിയില്ല. അച്ഛൻ, അമ്മ, മറ്റ് ബന്ധുക്കൾ. ശരിക്കും പറഞ്ഞാൽ ഈ ആത്മാവിൻ്റെ പേര് പോലും, ജീവിച്ചിരുന്നപ്പോൾ ശരീരം ഉണ്ടായിരുന്നതിൻ്റെ പേര് പോലും അതിന് അറിയില്ല. അതൊരു വല്ലാത്തൊരു വിചിത്രമായിട്ടൊരു അനുഭവമായിരുന്നു. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നെ അതൊന്നും നോക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ ഒഴിവാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിലും പൂർണ്ണമായി അതിനെ ഒഴിവാക്കി അതിന് മോക്ഷപ്രാപ്തി കൊടുത്തു. അതിനൊരു പിതൃവാക്കി മാറ്റി അതിനെ പരലോകത്തേക്ക്, അതായത് പിതൃലോകത്തിലേക്ക് നമ്മൾ അയക്കുകയും ചെയ്തു. അതിന് വീട്ടുകാരും ആ നാട്ടിലുള്ള എല്ലാവരും സഹകരിച്ചു. അതിനുശേഷം അവന് പൂർണ്ണമായിട്ട് മാറി. ഞാൻ പറഞ്ഞു, ഇനി എത്രയും പെട്ടെന്ന് അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഒരു ദാമ്പത്യ ജീവിതത്തോടുകൂടി മുന്നോട്ട് നീങ്ങാൻ പറഞ്ഞു. അങ്ങനെ അയാൾ കല്യാണം കഴിച്ചു. നാടകമെല്ലാം വിട്ടു, കല്യാണം കഴിച്ചു. ഒരു ജീവിതം തുടങ്ങിയപ്പോൾ അങ്ങേർക്ക് തന്നെ മനസ്സിലായി ഇതൊക്കെ കോമാളിത്തരമാണെന്ന്. നാടകം കോമാളിത്തരമൊന്നുമല്ല, അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ. നാടകം എന്ന് വെച്ചാൽ ലോകത്തരമാണ്, അത് വേറൊന്ന്. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന ചില ആൾക്കാരുടെ നിലയാണ് പ്രശ്നമാകുന്നത്. അദ്ദേഹം അതൊക്കെ കഴിഞ്ഞു. പിന്നീട് നാടകമെല്ലാം ഉപേക്ഷിച്ചു. വീട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഒരു പലചരക്ക് കടയൊക്കെ ഇട്ടു. വലിയൊരു മുതലാളിയായിട്ട് ഒരു 3-4 തൊഴിലാളികളൊക്കെ വെച്ച് നല്ല രീതിയിൽ അദ്ദേഹം ജീവിച്ച് മുന്നോട്ട് പോയി. ഇപ്പോഴും ഉണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല പ്രായം ഉണ്ടായി കാണും. ഇപ്പോഴും നല്ല പ്രായമൊന്നുമല്ല, ഒരു 65-70 വയസ്സെങ്കിലും പ്രായം കാണും.
അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് പ്രേതങ്ങൾ പല വിധത്തിലാണ്. ഇപ്പം ഈ പറഞ്ഞൊരു അനുഭവം, ഈ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ അനുഭവമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ആ പ്രേത അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെയോ നമ്മൾ ചിന്തിക്കും പോലെയോ അല്ലെങ്കിൽ നമ്മൾ കരുതും പോലെയോ ഒന്നുമല്ല. നമ്മളൊരു പ്രേതത്തെ പിടിക്കാൻ വേണ്ടി നമ്മളൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതും അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ലാത്തതും ഒരു പുതിയ രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കും അവിടെ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് പ്രേതാനുഭവങ്ങളായിട്ട് കാണുന്നത്. പക്ഷേ ഇന്നുവരെയും ഞാനൊരു കാര്യം പറയാം, ഉറപ്പിച്ച് പറയാം, ഇന്നുവരെയും ഒരു പ്രേതം വന്ന് ആരുടെയെങ്കിലും അതായത് ലൈവായിട്ട് വന്ന് ഒരു മനുഷ്യൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയോ രക്തം ഊറ്റി കുടിക്കുകയോ കണ്ണ് ചൂഴ്ന്നെടുക്കുകയോ ഈ പറഞ്ഞ നമുക്ക് മുടി വലിച്ചു പിഴുത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മളിപ്പം തലമുടിയൊക്കെ വലിച്ച് പറിക്കാറുണ്ട്, അത് നമ്മൾ സ്വയം തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. കഴുത്ത് പിടിച്ച് ഞെരിക്കാറുണ്ട്, അത് നമ്മൾ സ്വയം ചെയ്യുന്നതാണ്. കാര്യം ഈ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ ഒരു പ്രേതങ്ങളും ഒരിക്കലും ഒരു മനുഷ്യ ശരീരത്തിലേക്ക് കടന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ആ പ്രേതം വന്ന് ഇങ്ങനെ ഒന്നും ചെയ്തതായിട്ട് ഒരറിവുമില്ല. എല്ലാം നമ്മളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചിട്ട് അതിങ്ങനെ ഒരു ഭ്രാന്തമായൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സ്വഭാവം നമ്മൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പ്രേതത്തിന് ഭയപ്പെടണമോ എന്ന് ചോദിച്ചാൽ നമ്മൾ സൂക്ഷിക്കണം. പക്ഷേ അതിനെ കണ്ട് പേടിച്ചോടാനോ എടുക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ കഥയിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലായല്ലോ. പക്ഷേ ആ നാടകം കാണിച്ചത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഒന്നും ഇല്ല എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇല്ല എന്ന് തീർത്തും വിശ്വസിക്കരുത്. തീർത്തും വിശ്വസിക്കുമ്പോൾ മറ്റൊരു അപകടം ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ വിശ്വാസം ഇങ്ങനെ ഒരു പവർ ഭൂമിയിൽ ഇല്ല എന്നാണ്. പക്ഷേ അവിചാരിതമായിട്ട് അത് ഉണ്ടാകുമ്പോൾ നമ്മുടെ കൺട്രോൾ പോവും, നമ്മുടെ പിരിപ്പൊട്ടും, സംശയമൊന്നും വേണ്ട. പക്ഷേ ഇങ്ങനെ ഒന്നുണ്ട്. പക്ഷെ അത് നമ്മൾ പേടിക്കണ്ട. അത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപദ്രവിക്കൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക്, അങ്ങനത്തെ അറിവ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇനി വരില്ല എന്നൊരു ചിന്ത ഉണ്ടായി നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത 99% ഉണ്ട്. പക്ഷേ ഇങ്ങനെ പൂർണ്ണമായും ഇല്ലയെന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വന്നാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ വരാം. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്, നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധ ദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ, കൂടപത്രങ്ങൾ, ശത്രുദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളതൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്നാലേ അത് കണ്ട് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. അതിനി ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് അവിടെ വന്ന് പൂർണ്ണമായും അതിനെ മാറ്റിത്തരികയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരത്ത് വരേണ്ടി വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇതെല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.